അപ്പൊ ഇന്നിപ്പോ ഏതായാലും വളരെ വിശേഷപ്പെട്ട ദിവസമാണല്ലോ, അത്തം. പിന്നെ ഇപ്പോൾ ഓണത്തിന് 10 ദിവസമേ ഉള്ളൂ തിരുവോണമൊക്കെ ആവാൻ. അപ്പോൾ അത്തം നാളിൽ നമ്മളെ ഇന്നിപ്പോ പൂവൊക്കെ ഇട്ട് തുടങ്ങുമല്ലോ, പൂക്കളം. അപ്പൊ ഇന്ന് നമ്മൾ അത്തം നാളിലെ വിശേഷങ്ങളാണ്. നമ്മള് ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ, അത്ര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു, പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പരിപ്പ് പ്രഥമൻ പായസം ഉണ്ട്, അതാണ് ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ ഇന്ന് അത്തം ആയി, നമ്മളെ ഈ വർഷത്തെ ഓണം തുടങ്ങുകയായി. അത്തം മുതൽക്ക് തന്നെ നമ്മൾ പൂവിട്ട് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അത്തം മുതൽക്ക് 10 ദിവസം, അതായത് 10-ാം ദിവസം തിരുവോണമായി. അപ്പോൾ നമ്മൾ പൂവിടലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഓരോ കാര്യങ്ങൾക്ക് നോക്കാനായി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരതാ ഉച്ചഭക്ഷണത്തേക്കുള്ള, അതായത് അത്തത്തിന് ചെറിയൊരു സദ്യ അത് ഉണ്ടാക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനുള്ള ചേരുവകൾ, അതായത് കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കറിയാണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ തേങ്ങയൊക്കെ ഒന്ന് ആദ്യം ചിരകി അരച്ച് വെക്കണം. തൈര് കൂട്ടിയിട്ട് ഇവിടെ അരച്ച് വെച്ചു. തൈര് ചേർത്ത കറിയാണ് ഇതാ നമ്മളെ ഇവിടെ തന്നെ ഉണ്ടായ വെള്ളരിക്ക. അതാണിപ്പോൾ നമ്മൾ ഇന്നത്തെ അത്തത്തിന് ഉണ്ടാക്കുന്ന വെള്ളരിക്കനുള്ള കറി. അതിൽ നമ്മളെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. നല്ല പഴുത്ത വെള്ളരിക്ക തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാവുന്നുണ്ട് വള്ളിയിൽ വെള്ളരിക്കേൻ്റെ ആ ഒരു രണ്ടെണ്ണം ഉണ്ടാവുന്നുണ്ട്. ഓരോന്ന് ഒക്കെ ഇതാ നമുക്ക് നന്നാക്കി എടുക്കണം. ഇനി ചെറിയ രീതിയിലുള്ളൊരു സദ്യ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വെള്ളരിക്കയും ചേമ്പും ചേനയും അത് ചേർത്തിട്ടുള്ള കറി, തൈരൊക്കെ ചേർത്തിട്ടുള്ള കറി. ഈ ചേമ്പ് അത് ഇവിടുത്തെ തന്നെയാണ്, ഇവിടുന്ന് എടുത്തതാണ്. ചെറിയ ചേമ്പ്. പിന്നെ നമുക്ക് ചെറിയൊരു ചേന കഷ്ണം. അപ്പോൾ ഇതാ കഴുകലോ കഴിഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം മെഴുക്ക് വരട്ടീൻ്റെ, നമുക്ക് പച്ചപ്പയറാണ് മെഴുക്ക് വരട്ടിക്ക്. ഇത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇതാ ചേന അത് പാകത്തിന് ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തിനുള്ള കറി. കഷ്ണമൊക്കെ ഇവിടെ നുറുക്കി വെച്ചു. നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, ഉപ്പും ചേർക്കാം. പിന്നെ പാകത്തിന് വെള്ളം ചേർത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ. അത് കഴിഞ്ഞ ശേഷം എല്ലാം പാകമാണ്, ഒക്കെ വെന്തിട്ടുണ്ട്. നല്ല നാടൻ വെള്ളരിക്ക തന്നെയാണല്ലോ. അരച്ച് വെച്ചത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തീയിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മോരല്ല തൈരാണ് ഒഴിച്ചത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വറുത്തിടണം. അതിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത് നമുക്ക് വറവിടാണ്.
കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പയറുണ്ട്, നല്ല നാടൻ പയറാണ്. അത് ഇനി നമുക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അരിയാം. അതിലേക്ക് പച്ചമുളകും കഴുകലൊക്കെ കഴിഞ്ഞതാണ്. പച്ചമുളകും നമുക്ക് അരിഞ്ഞിടാം. നമ്മൾ ഈ ചെറിയ ചട്ടിയിലാണ്, അതിന് അത്രയ്ക്കേ ഉള്ളൂ. ഉപ്പും ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുത്തു. ചെറിയൊരു വെള്ളത്തിൽ നല്ലപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ചട്ടിക്ക് പാകമാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തുളിക്കാം. നമ്മൾ മെഴുക്ക് വരട്ടിയാണല്ലോ. അതും ഇവിടെ റെഡി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കാനുള്ള സമയമാവണം, അത്രേ ഉള്ളൂ. ഇന്ന് പിന്നെ നേരത്തെ തുടങ്ങിയിട്ട് ഞങ്ങൾ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയോട് നമുക്ക് ആ പഴയ കാലത്തെ അത്തത്തിന്റെ 2 വിശേഷങ്ങളൊന്ന് പറയാം. തലേന്ന് തന്നെ പൂവൊക്കെ ഒരുക്കി വയ്ക്കും. എന്നിട്ട് അത്തത്തിന്റെ അന്നാണ് പൂവിടുക. ഞങ്ങളൊക്കെ അന്ന് കുട്ടികളായിരുന്നു. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങിയിട്ട് പൂവൊക്കെ ഇട്ടിട്ട് വലിയ ആൾക്കാരാണ് പൂവിടുക. ഞങ്ങൾക്കൊന്നും പൂവിടാൻ വയ്യ. ഞങ്ങളത് കണ്ടിരിക്കും. സ്കൂള് 10 ദിവസം ഉണ്ടാവില്ല. ഓണത്തിന് 10 ദിവസം പൂട്ടുമല്ലോ. അന്ന് തരക്കടില്ലാത്തൊരു ചെറിയ സദ്യയുള്ളൂ. പിന്നെ സദ്യയൊക്കെ ഉണ്ടാവില്ല. ഉത്രാടം, തിരുവോണം ഒക്കെ ഈ 2 ദിവസം കാര്യപ്പെട്ട് സദ്യ. അന്നൊക്കെ പറമ്പം തന്നെ പച്ചക്കറി എടുക്കാണ്ടാവേ. ഇന്നത്തെ മാതിരി പുറത്തുനിന്ന് വാങ്ങലില്ല. തൊടിയിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ പച്ചക്കറി. വെള്ളരിക്ക, കുമ്പളങ്ങ, ചെരങ്ങ, ഇവക എല്ലാ സാധനങ്ങളും. കയ്പ, പയറൊക്കെ തൊടിയിൽ തന്നെ ഉണ്ടാവും. അത്തത്തിനൊരു പായസം വെക്കലുണ്ട്. അത് അരിയുടെ പായസം വെക്കുക. ഉണങ്ങല്ലരിയുടെ പായസം. അന്നേരം കൊയ്യാനൊക്കെ ഉള്ള കാലമാണ്. അന്ന് മിക്കവാറും വീടുകളിൽ കൊയ്ത്തുണ്ട്. അപ്പം പിന്നെ ഉണങ്ങല്ലരിൻ്റെ പായസമാണ് വെക്കുക. പയ്യനൊക്കെ കറക്കാണ്ട്, എൻ്റെ വീട്ടിലൊക്കെ പയ്യനെ കറക്കാണ്ടായിരുന്നു. അതുകൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കുക. പൂവിട്ടാൽ പൂവിളിയൊക്കെ ഉണ്ട്. അത്തം കറുത്ത ഓണം വെളുക്കും. അങ്ങനെയൊക്കെയാണ് പഴമൊഴി. ഇനിയിപ്പോൾ നമ്മൾ പായസം പിന്നെ ഊണഴിക്കാൻ നേരത്തേക്ക്, അതായത് ഒരു 11 മണി കഴിഞ്ഞ ശേഷം 11:30ക്കാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രം ആ സമയത്തേക്ക് ആക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറുകി അതികണ്ട് പാകത്തിന്, അതായത് ചൂടോടുകൂടി തന്നെ ആ കുറുകലൊക്കെ പാകത്തിനാവും. നമ്മൾ ഇൻസ്റ്റൻറ്റ് പരിപ്പ് പ്രഥമനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പരിപ്പ് പായസം വളരെ ചുരുക്കം ഞങ്ങളങ്ങനെ ഉണ്ടാക്കലുള്ളൂ. നല്ല ഇഷ്ടമുള്ള പായസമാണ്. പക്ഷെ എന്ന് വെച്ചാൽ ചുരുക്കം ഉണ്ടാക്കലുള്ളൂ. ഇത് കണ്ടോ, ഒരു 200 ഗ്രാമിൻ്റെ. അത് നമ്മൾ വെള്ളം തിളപ്പിച്ച്, അതായത് 400 ml വെള്ളം തിളപ്പിച്ച്, വെള്ളം തിളച്ച ശേഷം ആ പരിപ്പിൻ്റെ പാക്കറ്റ് 200 ഗ്രാമിൻ്റെ അത് ചേർത്ത് നല്ല പോലെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ച് കുറുക്കിയെടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ നമ്മൾ ചേർത്തു, നെയ്യിൽ വറവിട്ടു. അത്രേ പണിയുള്ളൂ. ഊണ് കഴിക്കുകയായി. ഇന്നിപ്പോൾ ഏതായാലും വാഴേൻ്റെ ഇലയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്ക് മാങ്ങ അച്ചാറുണ്ട്, പിന്നെ പുളിയിഞ്ചി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ പയറ് മെഴുക്ക് വരട്ടി, നേന്ത്രപ്പഴമുണ്ട്, പപ്പടം കാച്ചിയത്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി പായസം അത് കൊടുക്കാം അമ്മയ്ക്ക്. നല്ല പാകമാണ്, നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. പിന്നെ എല്ലാ ചേരുവകളും ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ചേർത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആ പാക്കറ്റ് തന്നെ വരുന്നുണ്ട് എല്ലാം. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഞങ്ങൾ ഈ ഒരു പായസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം പരിപ്പ് പായസം. അത് ചെറുപ്പം മുതൽക്കേ അങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.